ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത കല്യാണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പുതുതലമുറയ്ക്ക് ആധുനിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വയനാട് ജില്ലയിലെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. സമാശ്വാസ നടപടികൾക്കായി 13 കോടി രൂപയുടെ അടിയന്തര സഹായം അനുവദിച്ച സംസ്ഥാന സർക്കാർ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നാളെ വയനാട്ടിലെത്തും. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ കേന്ദ്രമന്ത്രി സന്ദർശിക്കും. 325 കോടി രൂപയുടെ പശ്ചിമതീര കനാൽ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതുതലമുറയ്ക്ക് ആധുനിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനായി വൻ തുകയാണ് രാജ്യം ചെലവഴിക്കുന്നതെന്നും ജമ്മുവിൽ 32,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും രാജ്യത്ത് നിർമ്മിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വരുന്ന 5 വർഷത്തിനിടെ ഇന്ത്യ ലോകത്തെ 3ാമത് വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വയനാട് ജില്ലയിലെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. മന്ത്രിമാരായ കെ രാജൻ, എം പി രാജേഷ്, എ കെ ശശീന്ദ്രൻ എന്നിവർ ബത്തേരിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. വയനാട്ടിലെ വന്യജീവി ആക്രമണം കുറയ്ക്കുന്നതിനുള്ള നടപടികൾക്കായി 13 കോടി രൂപ അടിയന്തരമായി അനുവദിച്ചതായി യോഗത്തിന് ശേഷം മന്ത്രിമാർ അറിയിച്ചു. വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ജില്ലയിൽ നോഡൽ ഓഫീസറെ നിയമിക്കാനും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് ആഴ്ചയിലൊരിക്കൽ യോഗം ചേരാനും യോഗത്തിൽ തീരുമാനമായി. വനമേഖലയിൽ 250 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെയും അതിർത്തി മേഖലയിൽ 13 പട്രോളിംഗ് സ്ക്വാഡുകളെ നിയോഗിക്കുന്നതിന്റെയും പുരോഗതി യോഗം വിലയിരുത്തി. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളും മന്ത്രിമാർ സന്ദർശിച്ചു. അതേസമയം മുഖ്യമന്ത്രി വയനാട് സന്ദർശിക്കണമെന്നും വനമന്ത്രി വയനാട്ടിലെത്താൻ വൈകിയെന്നും ചൂണ്ടിക്കാട്ടി UDF നേതാക്കൾ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നാളെ വയനാട് സന്ദർശിക്കും. വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. ജില്ലാ ഭരണകൂടവുമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും മന്ത്രി മറ്റന്നാൾ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പശ്ചിമതീര കനാൽ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. 325 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ നിർണായകമായ പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാരം, ചരക്ക് നീക്കം, പൊതുഗതാഗതം തുടങ്ങി വിവിധ മേഖലകൾക്ക് പദ്ധതി ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന വിഹിതം ലഭിക്കുന്നതിനായി സുപ്രീം കോടതിയിൽ നൽകിയ കേസിൽ കേന്ദ്ര നിലപാട് സംസ്ഥാനത്തെ സാരമായി ബാധിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കേസിൽ നിന്ന് പിന്മാറുന്നതിന് സംസ്ഥാനത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ വിധിയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ കേരളം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. SSLC ഹയർ സെക്കൻഡറി VHSC പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. ജില്ലാ കളക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു. SSLC പരീക്ഷ മാർച്ച് 4 മുതൽ 25 വരെയും ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ മാർച്ച് 1 മുതൽ 26 വരെയുമാണ് നടക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുക. 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 10 ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 88 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വോട്ടെണ്ണൽ ഫെബ്രുവരി 23 രാവിലെ 10 നടക്കും.
3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തിയ കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അതാവലെ കവരത്തി ദ്വീപിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് സന്ദർശനം നടത്തി. NIOT കുടിവെള്ള പ്ലാന്റ്, കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലെ തുറമുഖ ജെട്ടികൾ, പ്ലാനറ്റോറിയം, സെൻട്രൽ ലൈബ്രറി എന്നിവ കേന്ദ്രമന്ത്രിയും സംഘവും സന്ദർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2ാം ഘട്ട പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് തൈക്കാട്, നെട്ടയം എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. നാളെ നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര എന്നിവിടങ്ങളിൽ യാത്രയെത്തും. കോഴിക്കോട് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലാണ് ഇന്ന് പര്യടനം നടന്നത്. എറണാകുളത്ത് ആലുവ, അങ്കമാലി എന്നിവിടങ്ങളിൽ ഇന്ന് പര്യടനം നടത്തി. യുവാക്കൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നതിനെ കേവലം ബ്രെയിൻ ഡ്രെയിനായി ചുരുക്കിക്കാണേണ്ടതില്ലെന്നും കേരളത്തിന്റെ സോഷ്യൽ ക്യാപിറ്റലിനെ ലോകത്താകെ വിന്യസിക്കുന്ന പ്രക്രിയയായി ഇതിനെ കാണാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംസ്ഥാനത്തെ യുവജനങ്ങളുമായി നടത്തിയ മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പുതുതലമുറയ്ക്ക് ആധുനിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വയനാട് ജില്ലയിലെ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. സമാശ്വാസ നടപടികൾക്കായി 13 കോടി രൂപയുടെ അടിയന്തര സഹായം അനുവദിച്ച സംസ്ഥാന സർക്കാർ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നാളെ വയനാട്ടിലെത്തും. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ കേന്ദ്രമന്ത്രി സന്ദർശിക്കും. 325 കോടി രൂപയുടെ പശ്ചിമതീര കനാൽ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.